പാടുവിൻ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ. സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ നല്ലവനല്ലോ ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ സ്തുതി എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ സ്തുതി എന്നുമുള്ളത്. ഭൂവാസികളെ ഈ യോഗ പരമ്പരയ്ക്ക് മുൻപിൽ കായികമായും സാമ്പത്തികമായും സർവോപരി ആത്മീയമായും ഒക്കെ അതിദ്വാരം ചെയ്യുന്നു. ഇതിൻ്റെ ആദരണീയരായ എല്ലാ അണിയറ പ്രവർത്തകരെയും നിറഞ്ഞ മനസ്സോടെ ഞാൻ ഈ രാത്രിയിൽ സ്മരിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ പിന്നിൽ പ്രിയപ്പെട്ടവർ നടത്തി വരുന്ന പ്രയത്നങ്ങളൊന്നും നിഷ്ഫലമായി പോകാതെ അവയെല്ലാം ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനും സർവോപരി ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമായി ഭവിക്കട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒത്തിരിയേറെ വിശ്വാസ പ്രമാണങ്ങൾ ഉള്ള ഈ നാടിനോടും വിളംബരം ചെയ്യുവാൻ എൻ്റെ ചിന്തകളിലും ധ്യാനങ്ങളിലും തിരുവഴുത്തുകളിലെ ഗൗരവമേറിയ ചില പ്രമേയങ്ങൾ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയോടെ ഈ രാത്രി ആ പ്രമേയങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ കേൾവിയിലേക്ക് എല്ലാ ദൈവമക്കളുടെയും നാട്ടുകാരുടെയും ശ്രദ്ധ ഒരിക്കൽ കൂടെ എന്നിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ രാത്രിയിൽ എൻ്റെ പ്രമേയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ രാത്രിയിലെ ദൈവവചനത്തിന്റെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കേവർക്കും പരിചയമായ 12 വേദഭാഗങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ധന്യനായ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നു. ശ്രദ്ധിക്കുക. മത്തായി സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. കണ്ണുകളടച്ച് തലമുണയ്ക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ ധ്യാനങ്ങൾക്കായി ചിന്തകൾക്കായി വായിച്ച തിരുവെഴുത്തുകളെ ദൈവങ്ങളിൽ സമർപ്പിച്ച് എല്ലാ ദൈവമക്കളും 50 നിമിഷം ചേർന്ന് സ്തോത്രം ചെയ്യുക. നാവുകൾ തുറന്ന് 50 നിമിഷം കർത്താവിനെ സ്തുതിക്കുക. എനിക്കറിയാം, ന്യായമായ ശബ്ദത്തിൽ സ്തോത്രം എന്ന പദം പറയാൻ പ്രാപ്തിയില്ലാത്ത ദൈവമക്കൾ ഇവിടെ വന്നിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ന്യായമായ ശബ്ദത്തിൽ സ്തോത്രം എന്ന പദം പ്രയോഗിക്കുവാൻ പ്രാപ്തി ലഭിച്ച എല്ലാ ദൈവമക്കളും 50 നിമിഷം നാവുകൾ തുറന്ന് 50 നിമിഷം കർത്താവിനെ സ്തുതിക്കുക. ഈ പൊതുസ്ഥലത്ത് പരസ്യമായി നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നിടത്തോളം അഭിമാനം എന്താണുള്ളത്? രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് സ്തോത്രം അപമാനമല്ല, അഭിമാനമാണ്. അവർക്ക് സ്തോത്രം മാറയില്ല, മധുരമാണ്. അവർക്ക് സ്തോത്രം നഷ്ടമല്ല, ലാഭമാണ്. അവർക്ക് സ്തോത്രം താഴ്ചയല്ല, തകർച്ചയല്ല, ഉയർച്ചയാണ്. നാവുകളിൽ നിന്ന് 50 നിമിഷം സ്തോത്രങ്ങൾ ഉയരട്ടെ. ഒരു സ്തോത്രം പറഞ്ഞിട്ട് നിർത്താനല്ല, നാം പറയുന്ന സ്തോത്രം വരാനുള്ള സ്തോത്രം. ഒരു പുകക്കുഴലിലൂടെ മേപ്പോട്ട് പുക പോകുന്നത് പോലെ ആത്മനിറവ് പ്രാപിച്ച ദൈവജനത്തിന്റെ നാവിൽ നിന്ന് രാത്രി സ്തോത്രങ്ങൾ ഉയരങ്ങളിലേക്ക് പോകട്ടെ. ഉദിക്കുന്ന സൂര്യന്റെ കിരണങ്ങൾ പ്രപഞ്ചത്തിൽ പതിക്കുന്നതിന് തടസ്സമായി മഴമേഘങ്ങൾ അതിനെ തടയുന്നത് പോലെ യോഗ പരമ്പര ആത്മശക്തി പ്രാപിച്ച ദൈവജനത്തിന്റെ സ്തോത്രത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി പരാജയപ്പെട്ട് അതിരുവിടുവാൻ 50 നിമിഷം ക്രമ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി നിങ്ങളുടെ അധരങ്ങൾ ചലിക്കുമ്പോൾ നിങ്ങളുടെ കരങ്ങളും ചലിക്കുന്നതിൽ തെറ്റില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ കരങ്ങൾ ചലിക്കുമ്പോൾ നിങ്ങളുടെ നാവുകളും ചലിക്കുന്നതിൽ തെറ്റില്ല.
അതരത്തിന്റെ തുള്ളിൽ ആരാധനയുടെ നിയോഗം പ്രാപിച്ച ദൈവമക്കൾ അതരം അടക്കി നിഷ്ക്രിയരായിരിക്കാതെ അല്പനിമിഷം നാവും കരവും ചലിപ്പിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുക. മൂഢതകളിൽ രാത്രി മാറട്ടെ, തടസ്സങ്ങളിൽ രാത്രി മാറട്ടെ, മൂന്ന് പടങ്ങൾ എന്ന് രാത്രി മാറട്ടെ. കൃഷിക്ക് നിലഭാഗമാകുന്നത് പോലെ വചനത്തെ വിതയ്ക്കുവാൻ ഇന്ന് രാത്രി ജനഹൃദയങ്ങൾ ഭാഗമാകട്ടെ. ഈ ദൂത് ഞങ്ങൾ ഗ്രഹിക്കത്തക്ക നിലയിൽ ഇതിനെ വിശകലനം ചെയ്യുക. അങ്ങയുടെ ആത്മാവിന്റെ രാത്രി തുണ നിൽക്കണമേ. ഭോഷന്റെ നാവിനെ സമർത്ഥകനായ ലേഖകന്റെ എഴുത്തുകോലാക്കി ലാവണ്യമായത് മാത്രം അധരങ്ങളിൽ പകരണമേ. ജനത്തിന്റെ ഹൃദയത്തെ ഒരുക്കിയ നിലവാക്കണമേ. ക്രൂശിനെ ഇന്ന് രാത്രി ഉയർത്തണമേ. രക്ഷകനെ ഇന്ന് രാത്രി ഉയർത്തണമേ. ഈ സന്ദേശം കഴിയുമ്പോൾ ചിലരുടെ പേരെങ്കിലും ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടാം. ഈ രാത്രിയിൽ ഈ സന്ദേശം പരിണമിക്കും. അതിന് വിരോധമായി പൊങ്ങുന്ന സകല ഉയർച്ചകളുടെ മേലും ഈ രാത്രി ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ജയം കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരവും ശബ്ദവും ഉയർത്തി ഒരു ആരോഗ്യമുള്ള കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവാശ്രയ ബോധത്തോടും പ്രാർത്ഥനയോടും ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഈ രാത്രിയിലെ ദൈവവചനത്തിന്റെ അപഗ്രഥനങ്ങൾക്ക് ആധാരമായി പരസ്യമായി നാം വായിച്ചു കേട്ട വേദഭാഗങ്ങൾ നമുക്ക് ഏവർക്കും വളരെ പരിചയമാണ്, സുപരിചിതമാണ്. ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവവചന ധ്യാനങ്ങളിൽ വല്ലാതെ എൻ്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ചില വേദഭാഗങ്ങളാണ് ഈ രാത്രിയിലെ അപഗ്രഥനങ്ങൾക്കായിട്ട് നാം വായിച്ചത്. ശരിക്കും ധ്യാനമുറിയിൽ ഈ വാക്യത്തെ ആസ്പദീകരിച്ച് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടൊരു സന്ദേശം തയ്യാറാക്കിയിട്ടില്ല എങ്കിലും വായിക്കപ്പെട്ട തിരുവെഴുത്തുകളിലൂടെ നിങ്ങളോട് എന്തോ ദൈവത്തിന് സംസാരിക്കാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കേൾക്കാൻ ഞാനും എൻ്റെ കാത് കൂർപ്പിച്ചു പിടിച്ച് ഇവിടെ നിൽക്കുകയാണ്. ഈ 4-5 വാക്യങ്ങൾ അപഗ്രഥനങ്ങൾക്ക് പലപ്പോഴായി വിധേയമാക്കിയപ്പോൾ എന്റെ മനസ്സിൽ ദൈവത്തിന്റെ ആത്മാവ് പാകിയ ദൂത് 5-ാമത്തെ വാക്യമാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ. ഈ കൺവെൻഷന് ഒരു ഉപവാസ പ്രാർത്ഥനയുടെ അന്തരീക്ഷം കൂടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ട് മുഴുവൻ സമയം ഈ സന്ദേശം സാർവത്രികമാക്കുന്നില്ല. ഈ സന്ദേശത്തിന്റെ 1-ാം പകുതി ഈ പന്തലിരിക്കുന്ന ദൈവമക്കളോടുള്ള ആത്മിക ദൂതാണ്. 2-ാം പകുതി പൊതുവായ സന്ദേശമാണ്. 2 പകുതിയിലും മിണ്ടാതിരിക്കരുത്. സ്തോത്രം പറഞ്ഞു. അപ്പൊ 5-ാം വാക്യം മാത്രമല്ല, മുകളിലേക്കുള്ള 4 വാക്യങ്ങൾ എന്ന് രാത്രി അല്പമായി ധ്യാനങ്ങൾക്ക് ഇവിടെ വിധേയമാക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യശുശ്രൂഷ കാലഘട്ടങ്ങളിൽ സംഭവിച്ച വ്യത്യസ്തമായ ഒരു സംഭവ ചരിത്രമാണ് നാം ഇവിടെ വായിച്ചു തുടങ്ങിയത്. 17-ാം അധ്യായത്തിന്റെ പ്രഥമ വാക്യത്തിൽ നാം വായിച്ചു, 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. ഈ മലയ്ക്ക് താബോർ മലയെന്നും അപ്പോൾ തന്നെ മറുരൂപ മലയെന്നും 2 പേരുണ്ട്. ചിന്തകരുടെ അഭിപ്രായം അനുസരിച്ച് ഏതാണ്ട് കനാന്റെ ഹൃദയഭാഗത്താണ് ഈ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഈ 1-ാമത്തെ വാക്യം വായിച്ചപ്പോൾ ന്യായമായ എന്റെ മനസ്സിലൊരു ചോദ്യം ഉയർന്നു വന്നത്, 6 ദിവസം കഴിഞ്ഞ ശേഷം കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി എന്തിനാണ് താബോർ മലയിലേക്ക് പോയത്, മറുരൂപ മലയിലേക്ക് പോയത്? ആ മലയുടെ മുകളിൽ കയറി പ്രകൃതിയുടെ രമണീയത ദർശിക്കാനല്ല 3 ശിഷ്യന്മാരെ കൊണ്ട് കർത്താവ് മലയിലേക്ക് പോയത്. എന്റെ കൂടെ നിങ്ങൾ വരണം. ആ മലയുടെ മുകളിൽ കയറി ശിഷ്യന്മാരുമായി കുറെ ഭക്ഷണം കഴിച്ച് സന്തോഷിക്കാനല്ല അവരെ കൊണ്ട് മലയിലേക്ക് പോയത്. എന്തിനാണ് ഈ 3 പേരുമായിട്ട് യേശു മലയിലേക്ക് പോയത്? ഉത്തരം, അവരുടെ മുൻപാകെ രൂപാന്തരപ്പെടാൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ രൂപാന്തരത്തിന് സാക്ഷ്യം വഹിക്കാനാണ്, സാക്ഷികളാകാനാണ് ഈ 3 പേരെ കർത്താവ് മലയിലേക്ക് നടത്തുന്നത്.
പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 ശിഷ്യന്മാരെ മാത്രമാണ് രൂപാന്തരത്തിന് സാക്ഷികളാകാൻ യേശുവിനോടുകൂടെ മലയിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ തന്നെ മറ്റു പല പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നപ്പോഴും യേശുവിനോടുകൂടെ ഈ 3 വ്യക്തികൾ മാത്രം ഉണ്ടായിരുന്നു. എന്റെ കൂടെ ഉള്ളവർക്കായി സ്തോത്രം ചെയ്യും. ഇതൊരു ആത്മീയ ദൂതാണ്. സ്തോത്രം പറഞ്ഞു. മലയോമലയിൽ മാത്രമല്ല, സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അത്തരത്തിലുള്ള പല പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോഴും അവയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ യേശുവിനോടുകൂടെ ആരുണ്ടായിരുന്നു? ഈ 3 പേരും ഉണ്ടായിരുന്നു. യായിറോസിന് 12 വയസ്സുള്ള മകളുണ്ട്. പള്ളിപ്രമാണി യായിറോസ്. അവൾ മരിച്ചുപോയി. ആ മകളുടെ വീട്ടിൽ ആ പെൺകൊച്ചിനെ ഉയർപ്പിക്കുന്ന ആ ഉയർപ്പിന്റെ രംഗത്തിന് സാക്ഷ്യം വഹിക്കുക യേശുവിനോടുകൂടെ ആരുണ്ട്? 3 പേര്. ഈ ഒന്നോടുണ്ട്. മാനവരാശിയുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി കാൽവരിയുടെ അംഗമരത്തിൽ യേശു ബലിമരണം വഹിക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഗെത്സമനയിലെ ഒലിവ്മലയിലെ ഗെത്സമന തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥനയ്ക്ക് പോയി. ആ കൂടെ കർത്താവിനോടുകൂടെ ആരുണ്ടായിരുന്നു? ഈ ഭാഗം വായിച്ചപ്പോൾ വല്ലാത്തൊരാശയ, വല്ലാത്തൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടായി. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോ തമ്പുരാനോട് ചോദിച്ചു, ചങ്കിന് തുല്യം, കരളിന് തുല്യം, ചോരയ്ക്ക് തുല്യം, ഇതെല്ലാം കൂടെ കൂട്ടി പറഞ്ഞാൽ പ്രാണന് തുല്യം അങ്ങ് സ്നേഹിക്കുന്ന 12 ശിഷ്യന്മാര് അങ്ങേക്കുള്ളടത്ത് 9 ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ചരിത്ര പ്രസിദ്ധമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ എന്തുകൊണ്ട് ഈ 3 അങ്ങ് കൊണ്ടുപോയി? മാറ്റി നിർത്തിയിട്ട് പല പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കും ഈ 3 കൊണ്ടുപോയപ്പോൾ ഈ 9 അകത്തുണ്ടായ വികാരം ഒരുപക്ഷെ വിശദീകരണങ്ങൾക്ക് അപ്പുറമായിരിക്കാം. കാര്യം അവര് പച്ച മനുഷ്യരല്ലേ. പ്രാണന തുല്യം സ്നേഹിക്കുന്ന 12 ശിഷ്യന്മാര് അവൻ ഉള്ളിടത്ത് 9 മാറ്റിയിട്ട് മലയോമല ഉൾപ്പെടെ, യായിറോസിന്റെ വീട് ഉൾപ്പെടെ, ഗെത്സമന തോട്ടം ഉൾപ്പെടെ പല പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കുക എന്തുകൊണ്ട് അവൻ ഈ 3 പേരെ മാത്രം കൊണ്ടുപോയി? ഉത്തരം, എല്ലാവരെയും എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതിനകത്ത് കണ്ടേക്കാം, ചിലതിനെ എങ്ങും കൊണ്ടുപോകാൻ പറ്റില്ല. കരമയത്തിന് സ്വന്തം പറഞ്ഞിട്ട് 12 പേരുള്ളിടത്ത് 9 മാറ്റി നിർത്തി പല പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കുക എന്തുകൊണ്ട് അവൻ ഈ 3 കൊണ്ടുപോയി? ഈ 3 പേര് സാധാരണക്കാരല്ല. ഈ 3 പേർക്ക് വേദവ്യാഖ്യാതാക്കൾ കൊടുത്തിരിക്കുന്ന ഒരു പേരുണ്ട്. ഈ 3 പേര് യേശു ക്രിസ്തുവിന്റെ ആന്തരിക വൃന്ദമാണ്. ഉറക്കെന്ന് പറഞ്ഞാട്ടെ, ഈ 3 പേര് ആരാണ്? ആന്തരിക വൃന്ദം, ഇന്നർ സർക്കിൾ. എന്താണ് ഈ ആന്തരിക വൃന്ദത്തിന്റെ അർത്ഥം? ഇത്രയേ ഉള്ളൂ. മറ്റുള്ള ആരും കണ്ടിട്ടില്ലാത്തത് ക്രിസ്തുവിൽ കാണാൻ, മറ്റുള്ള ആരും കേട്ടിട്ടില്ലാത്തത് ക്രിസ്തുവിൽ കേൾക്കാൻ, മറ്റുള്ള ആരും അനുഭവിച്ചിട്ടില്ലാത്തത് ക്രിസ്തുവിൽ അനുഭവിക്കുക, മറ്റുള്ള ആരും ആസ്വദിച്ചിട്ടില്ലാത്തത് ക്രിസ്തുവിൽ ആസ്വദിക്കുക. ദൈവം തിരഞ്ഞെടുത്തു മാറ്റിവെച്ചിരിക്കുന്നവരെ വിളിക്കുന്ന പേര് ആന്തരിക ബന്ധം. ഞാൻ ആ കൂട്ടത്തിലാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇവരെന്നെ കേൾക്കുന്നെങ്കിൽ ആരാ ആന്തരിക ബന്ധം? കൂടെയുള്ള ആരും കണ്ടിട്ടില്ലാത്തത് ക്രിസ്തുവിൽ കാണാൻ, കൂടെ ഉള്ള ഒരുത്തരും കേട്ടിട്ടില്ലാത്തത് ക്രിസ്തുവിൽ കേൾക്കാൻ, കൂടെ ഉള്ള ഒരുത്തരും അനുഭവിച്ചിട്ടില്ലാത്തത് ക്രിസ്തുവിൽ അനുഭവിപ്പാൻ ദൈവം തിരഞ്ഞെടുത്തു മാറ്റിവെച്ചിരിക്കുന്നവർക്ക് കൊടുത്തിരിക്കുന്ന പേര് ഇന്നർ സർക്കിൾ, ആന്തരിക ബന്ധം. എന്തുകൊണ്ട് 3 പേരെ കർത്താവിന്റെ ആന്തരിക ബന്ധമാക്കി? ക്രിസ്തുവിന്റെ ഇന്നർ സർക്കിൾ ആകാനുള്ള മാനദണ്ഡം നമ്മൾ ചിന്തിക്കുന്ന ഒന്നുമല്ല. യേശു ക്രിസ്തുവിന്റെ ആന്തരിക ബന്ധമാകാനുള്ള മാനദണ്ഡം പണമല്ല. അങ്ങനെ ആരെങ്കിലും അംബാനിയാക്കിയാണ്. സൗന്ദര്യമല്ല, എന്നാ പിന്നെ സൽമാൻ ഖാനെയും ഐശ്വര്യറായി ആക്കിയാണ്. അറിവല്ല,
അറിവിൽ ചീർത്ത് നടക്കുന്ന പലരുണ്ട്, അവരൊക്കെ അതിലെ നടക്കുക. യേശു ക്രിസ്തുവിന്റെ ആന്തരിക ബന്ധമാകാനുള്ള മാനദണ്ഡം സൗന്ദര്യമല്ല, പണമല്ല, അറിവല്ല, സമ്പത്തല്ല. പ്രൈസ് ദി ലോർഡ്. അവന്റെ ആന്തരിക ബന്ധമാകാനുള്ള മാനദണ്ഡം പത്രോസിനെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? പത്രോസ് പ്രത്യാശയ്ക്ക് നിഴലല്ല. പത്രോസ് പ്രത്യാശയ്ക്ക് നിഴലാണെങ്കിൽ യാക്കോബ് കത്തുന്ന പ്രാർത്ഥനയ്ക്ക് നിഴല. യാക്കോബ് കത്തുന്ന പ്രാർത്ഥനയ്ക്ക് നിഴലാണെങ്കിൽ യോഹന്നാൻ നിറയുന്ന ദൈവസ്നേഹത്തിന് നിഴല. ഈ കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ എന്നെ കേൾക്കുന്ന കൃപ പ്രാപിച്ച ദൈവമൈതലേ, നിന്റെ അകത്ത് കത്തുന്ന ഒരു ദൈവിക പ്രത്യാശയുണ്ടോ? പ്രത്യാശ മാത്രം പോരാ, നിന്നിൽ കത്തിക്കാവുന്ന ഒരു പ്രാർത്ഥനാജീവിതമുണ്ടോ? പ്രാർത്ഥനാജീവിതം മാത്രം പോരാ, നിന്റെ അകത്ത് നിറഞ്ഞു കവിയുന്ന ഒരു ദൈവസ്നേഹമുണ്ടോ? ഇത് മൂന്നും നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാനും നീയും ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ ആന്തരിക ബന്ധമാ. അവരുടെ ഇന്നർ സർക്കിൾ ആരും കണ്ടെത്തില്ലാത്തത് നാം ഈ തലമുറയിൽ ക്രിസ്തുവിൽ കാണും. ഈ മൂന്ന് പേരെയും കൊണ്ട് കർത്താവ് മരുഭൂമിയിലേക്ക് പോയി. 9 അവിടെ മാറി നിന്നു, 3 കൊണ്ടുപോയി. അവർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ആന്തരിക ബന്ധം. ഈ 3 പേരെയും കൊണ്ട് മലയിലേക്ക് പോയിട്ട് ആ 2ാമത്തെ വാക്യമാണ് ഇളക്കി മറിച്ചത്. അതൊന്ന് വായിക്കാവോ? അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവരുടെ മുൻപാകെ ഒന്ന് പറഞ്ഞാട്ടെ. സഹോദരന്മാര് മിണ്ടുന്നില്ല. ഉറക്കെന്ന് പറഞ്ഞേ. ഞാനതാണ് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത്. 1-ാം പകുതി നിങ്ങൾക്കുള്ളത്, 2-ാം പകുതി മിണ്ടാതിരുന്നു. 2-ാം പകുതി ഞാൻ മനസ്സിൽ വന്നിരിക്കും. ഉറക്കെന്ന് പറഞ്ഞേ. അവരുടെ മുൻപാകെ ചേർന്ന രാമൻ പറഞ്ഞാട്ടെ. ഈ 3 പേരുമായി ക്രിസ്തു മരുഭൂമിയിൽ ചെന്നിട്ട് അവരുടെ മുൻപാകെ ക്രിസ്തു രൂപാന്തരപ്പെട്ടു. ഈ അവർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ഇന്നർ സർക്കിൾ, ആന്തരിക ബന്ധം. അപ്പൊ ഇന്ന് രാത്രി ഞാനും നിങ്ങളും ക്രിസ്തുവിന്റെ ആന്തരിക ബന്ധമാണെങ്കിൽ ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്ത പോലെ അവൻ നമുക്ക് വെളിപ്പെടും. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ എവിടെയുണ്ട്? ആത്മാ ഒരു ദൂത് കൂടെ ഇന്ന് രാത്രി പറയുക. ഞാനും നീയും അവരുടെ ആന്തരിക ബന്ധമാണെങ്കിൽ ആരുടെയും പ്രാർത്ഥനാമുറിയിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത പോലെ ക്രിസ്തു നമ്മുടെ പ്രാർത്ഥനാമുറിയിൽ വെളിപ്പെടും. ആരുടെയും ശുശ്രൂഷയിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത പോലെ അവൻ നമ്മുടെ ശുശ്രൂഷയിൽ വെളിപ്പെടും. ആരുടെയും ആരാധനയിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത പോലെ അവൻ നമ്മുടെ ആരാധനയിൽ വെളിപ്പെടും. മന്മയമായത് മാറി വിന്മയമായത് വരുന്ന അനുഭവത്തെ വിളിക്കുന്ന പേരാണ് അനന്തരവടിഞ്ഞവളിയിലേക്ക് ആരംഭിച്ച ക്രിസ്തു മന്മയമായത് മാറ്റി വിന്മയമായത് പ്രാപിച്ച് രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന കാഴ്ച കാണാൻ 12 9 പേർക്ക് ഭാഗ്യമുണ്ടായില്ല. ആ ഭാഗ്യം ലഭിച്ച 3 പേരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഓ രാമൻ പറ. കൈകൊട്ടി എല്ലാവർക്കും ഭാഗ്യമുണ്ടായില്ല. അന്യഭാഷ പറഞ്ഞ എല്ലാവർക്കും ഭാഗ്യമുണ്ടായില്ല. സാമ്പത്തികമായി ലഭിച്ച എല്ലാവർക്കും ഭാഗ്യമുണ്ടായില്ല. മുഴമാറി എല്ലാവർക്കും ഭാഗ്യമുണ്ടായില്ല. അസ്ഥിരി പറഞ്ഞ എല്ലാവർക്കും ഭാഗ്യമുണ്ടായില്ല. മരിച്ചുയർന്നേക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടായില്ല. ഉദിഷ്ടകാര്യം സാധിച്ച് എല്ലാവർക്കും ഭാഗ്യമുണ്ടായില്ല. ഊട്ടത്തിനാണ് എല്ലാവർക്കും ഭാഗ്യമുണ്ടായില്ല. തൊട്ടവർക്കും ഭാഗ്യമുണ്ടായില്ല. നടന്നവർക്കും ഭാഗ്യമുണ്ടായില്ല. ആ ദിവ്യമാകുന്ന കാഴ്ചയാണ് ഭാഗ്യം ലഭിച്ച ഇന്നർ സർക്കിൾ. അവരെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ക്രിസ്തു മരുഭൂമിയിൽ രൂപാന്തരപ്പെട്ടു. ആ ഇന്നർ സർക്കിളിന്റെ മുൻപാകെ, ആ ആന്തരിക ബന്ധത്തിന്റെ മുൻപാകെ ക്രിസ്തു മരുഭൂമിയിൽ രൂപാന്തരപ്പെട്ടതുപോലെ നമ്മുടെ കർത്താവ് വീണ്ടും വരും. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? മനസ്സിലായ നിങ്ങൾ ഇങ്ങനെ ഇരിക്കത്തില്ല. തിരഞ്ഞെടുക്കപ്പെട്ട 3 ശിഷ്യന്മാരുടെ മുൻപാകെ നസ്രായൻ രൂപാന്തരപ്പെട്ടതുപോലെ, മരുഭൂമിയുടെ അഗ്രത്തിൽ അവൻ രൂപാന്തരപ്പെട്ടതുപോലെ നമ്മുടെ കർത്താവ് വീണ്ടും വരും. എത്ര പേർക്ക് വിശ്വസിക്കണോ? നമ്മുടെ കർത്താവ് വീണ്ടും വരും. ഇനി അവര് വരാൻ ഒരു കന്യകയുടെ ഉദരം വേണ്ട. ഇനി അവര് വരാൻ ഒരു ബേത്ലഹേം വേണ്ട. ഇനി അവന് പിറക്കാൻ ഒരു കാലിത്തൊഴുത്ത് വേണ്ട. ഇനി അവന് വരാൻ തണുപ്പുള്ള ഒരു പാതിരാവ് വേണ്ട. ഇനി അവന് വരാൻ ഒരു പ്രവാചകന്റെ അകമ്പടി വേണ്ട. അവൻ വരും. എങ്ങനെ വരും? എപ്പോൾ വരും? എന്തിനു വരും? ചങ്കുടച്ചൊഴിഞ്ഞ ചുരുചോറയ വീണ്ടെടുക്കപ്പെട്ട തന്റെ സമ്പത്താകുന്ന സഭയെ
മേഘാരൂഢനായി വന്നിടുമേ 10,000 പേർകളിൽ സുന്ദരൻ മേഘാരൂഢനായി അടിച്ച് കണ്ടുപിടിക്കുന്നതാണ്. ക്രിസ്തു മരുഭൂമിയിൽ രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന കാഴ്ച കാണാൻ 3 പേർക്ക് ഭാഗ്യമുണ്ടായിരുന്നു. സഭയെ ചേർക്കാൻ ഗംഭീരധ്വനിയുടെ കാഹളത്തോടെ മധ്യാകാശത്തിന്റെ വിരിമാറിൽ അവൻ മേഘാരൂഢനായി വരുന്നത് കാണാൻ എല്ലാവരും കാണുകയില്ല. അന്ന് മുമ്പന്മാർ പലരും പിൻപന്മാരാകും, പിൻപന്മാർ പലരും മുൻപന്മാരാകും. അക്കൂടെ ഞാനും കാണും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ആ കരമുയർന്ന് ദൈവത്തെ സ്തുതിക്ക്. ആമേൻ. നിങ്ങൾ അക്കൂടെ കാണണമെങ്കിൽ നിങ്ങൾ ആന്തരിക ബന്ധമാകണം, നിങ്ങൾ വിശുദ്ധരാകണം, നിങ്ങൾ വിശ്വസ്തരാകണം, നിങ്ങൾ വായത്തിൽ നിൽക്കുന്നവരാകണം. അവ മരുഭൂമിയിൽ കർത്താവ് രൂപാന്തരപ്പെട്ടപ്പോൾ ഈ കാഴ്ച ആര് കണ്ടു? ഈ 3 പേര് കണ്ടു. ഈ ആന്തരിക ബന്ധം കണ്ടു. അത് മാത്രമല്ല സാറേ കണ്ടത്, രൂപാന്തരപ്പെട്ട് മരുഭൂമിയിൽ കർത്താവ് നിൽക്കുകയാണ്. കർത്താവ് രൂപാന്തരപ്പെട്ട എങ്ങനെയാണ് അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചിട്ട് വസ്ത്രം വെളിച്ചം പോലെ. ദൈവം ആരാ? എന്റെ കവല പ്രസംഗത്തിൽ ഞാൻ പറയാറുണ്ട്, നമ്മുടെ പ്രത്യാശയ്ക്കും പ്രസംഗത്തിനും വിശ്വാസത്തിനും ആധാരമായ പവിത്രവാക്യ സംഹിതയാകുന്ന വിശുദ്ധ വേദ പുസ്തകം ലോകത്തോട് പരിചയപ്പെടുത്തുന്ന ഈശ്വരൻ ദൈവിക തിരിച്ചറിവിൽ അജ്ഞരായ മാനവരാശി മഹാദൈവത്തെ പലതിനോടും സാദൃശ്യപ്പെടുത്തുമ്പോൾ ബൈബിളിൽ ലോകത്തോട് പരിചയപ്പെടുത്തുന്ന ദൈവമായ സകല കണ്ടുപിടുത്തത്തിന്റെയും സകല ശാസ്ത്രത്തിന്റെയും അടിത്തറയായ കാലഘട്ടത്തോട് സമ്പാദിച്ച വമ്പന്മാരെയും കൊലവമ്പന്മാരെയും മുട്ടുകുത്തിച്ച മഹാവേദ പുസ്തകം ലോകത്തോട് അറിയപ്പെടുത്തുന്ന ദൈവിക തിരിച്ചറിവിൽ അങ്ങരായ മാനവരാശി ദൈവത്തെ പലതിനോടും സാദൃശ്യപ്പെടുത്തുന്നുണ്ട്. അതാണ് അതുല്യ പരിശുദ്ധാചാരനാകുന്ന പൗലോസ് റോമാലേഖനത്തിൽ എഴുതിയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ജ്ഞാനികളെന്ന് പറയുന്നെങ്കിലും അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുട്ടുപോയി, എന്നിട്ട് അക്ഷയനായ ദൈവത്തിന്റെ തേജസ്. അപ്പോൾ ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവം ആരാണ്? അക്ഷയനാണ്. ഉറക്കെന്ന് പറഞ്ഞാട്ടെ. ആമേൻ. അപ്പോൾ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, ഇടജാതി, നാൽക്കാലി, മൃഗം എന്നിവരുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ദൈവിക തിരിച്ചറിവിൽ അജ്ഞത മാനവരാശി മഹാദൈവത്തെ മനുഷ്യനോടും മൃഗത്തോടും പക്ഷിയോടും പറവയോടും ഒക്കെ സാദൃശ്യപ്പെടുത്തുമ്പോൾ മനുഷ്യൻ ദൈവത്തെ മൃഗമായും, മനുഷ്യൻ ദൈവത്തെ പാമ്പായും, മനുഷ്യൻ ദൈവത്തെ പറവയായും, മനുഷ്യൻ ദൈവത്തെ മനുഷ്യനായും ഒക്കെ കണ്ട് അജ്ഞരായി ഫലിക്കുമ്പോൾ ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവമായ ദൈവം ആത്മാവ. ഉറക്കെന്ന് പറഞ്ഞ ദൈവം ആരാണ്? ആമേൻ. അത് ആത്മാവില്ലല്ലോ അപ്പുറത്തില്ലാത്ത ദൈവം ആത്മാവ. ഉറക്കെ പറ. ദൈവം ആത്മാവ് മാത്രമല്ല, ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞ് ദൈവം ആരാണ്? ദൈവം സ്നേഹം മാത്രമല്ല സഹൃദയരെ, ദൈവം കോടിസൂര്യ പ്രഭയ. അത് ബൈബിൾ പറയുന്നത് താൻ മാത്രം അമർത്യത ഉള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആരും ഇന്നവരെ കണ്ടിട്ടില്ലാത്തവനും ആർക്കും ഒരു നാളും കാണാൻ കഴിയാത്തവനുമാണ് ദൈവം. അപ്പൊ ദൈവം ആത്മാവാണെങ്കിൽ, ദൈവം സ്നേഹമാണെങ്കിൽ, ദൈവം കോടി സൂര്യപ്രഭയാണെങ്കിൽ ആ ആത്മാവും സ്നേഹവും കോടി സൂര്യപ്രഭയും ഒരുമിച്ച് സമ്മേളിക്കുന്നതാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ആ മഹാദൈവമാകുന്ന ക്രിസ്തു പാപത്തിലാണ്ടുപോയ മനുഷ്യനെ ജന്മനാ കർമ്മന വാത്മന ഗായങ്ങളാൽ പാപത്തിലാണ്ടുപോയ മനുഷ്യനെ രക്ഷിപ്പാൻ അനന്തത വെടിഞ്ഞവനിലേക്ക് ആഗമിച്ച ക്രിസ്തു മരുഭൂമിയിൽ രൂപാന്തരപ്പെട്ടപ്പോൾ അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ അവൻ അങ്ങനെ രൂപാന്തരപ്പെട്ട് നിൽക്കുമ്പോൾ
ഞെട്ടിക്കുന്ന മറ്റൊരു രംഗത്തിന് കൂടെ ഈ 3 പേര് സാക്ഷ്യം വഹിക്കുക. അതാരാ? രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തുദേവന്റെ 2 വശങ്ങളിലായി 2 വ്യക്തിപ്രഭാവങ്ങൾ. അതാരൊക്കെയാ? മോശയും മോശയും ഏലിയാവും കലിപ്പാവോടെ രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന നസ്രായനികളിലേക്ക് നിൽക്കുകയല്ല, അവരോട് സംഭാഷിക്കുക. എന്റെ ഉള്ളം കത്തുകായുന്ന രാത്രിയില് രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തുവിന്റെ അരിക്കൽ നിൽക്കുന്നു 2 പുരുഷന്മാർ. പഴയ നിയമത്തിന്റെ തലക്കരം വന്ന പ്രവാചകൻ മോശ, പഴയ നിയമത്തിന്റെ വാനോളം വാഴ്ത്തിപ്പാടി ഏലിയാവ്. 2 പേര് നിൽക്കുക. അതില് നിങ്ങളുടെ ഉള്ളം കത്താൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം. അതൊക്കെ പറഞ്ഞ 2-ാം പകുതിയിലേക്ക് പോകാം. മോശ, ഏലിയാവ്. ആരാണ് ഈ മോശയും ഏലിയാവും? മോശ ഏലിയാവ് ആരല്ലേ? മോശ ഏലിയാവും അല്ലേ? ആരാണ് മോശ ഏലിയാവ്? മോശ ന്യായപ്രമാണത്തിന്റെ രാജാവ്, ഏലിയാവ് പ്രവാചകന്മാരിൽ പ്രധാനി. ഇവർ രണ്ടും പ്രതിനിധികളാണ്, 2 വിഭാഗത്തിന്റെ പ്രതിനിധികളാണ്. ചർച്ചകോടന്റെ പ്രതിനിധി എന്ന് പറയുന്ന പോലെ, IPCയുടെ പ്രതിനിധി എന്ന് പറയുന്ന പോലെ 2 വിഭാഗത്തിന്റെ പ്രതിനിധികളാണ് ഇവര്. അതിൽ മോശ മരിച്ചു മഹത്വത്തിൽ പ്രവേശിച്ച വിശുദ്ധന്മാർക്ക് പ്രതിനിധി. ഹല്ലേലൂയ. ഏലിയാവ് രൂപാന്തരം പ്രാപിച്ച് മഹത്വത്തിൽ പ്രവേശിച്ച വിശുദ്ധന്മാർക്ക് പ്രതിനിധി. അപ്പൊ സഹോദരങ്ങളെ, 2 നിലയിൽ മഹത്വത്തിൽ പ്രവേശിക്കാം. മരിച്ചു പ്രവേശിക്കാം, പിന്നെ രൂപാന്തരപ്പെട്ട് പ്രവേശിക്കാം. നമ്മൾ എങ്ങനെ പ്രവേശിക്കും എന്നൊന്നും പറയരുത്. പോകുന്ന വഴിക്ക് കാറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. സ്വത്രം എങ്ങനെ പ്രവേശിച്ചാലും നമ്മൾ ഭാഗ്യമുള്ളവരാ. മരിച്ചു മഹത്വത്തിൽ പ്രവേശിച്ച വിശുദ്ധന്മാർക്ക് പ്രതിനിധി. ഏലിയാവ് രൂപാന്തരം പ്രാപിച്ച് മഹത്വത്തിൽ പ്രവേശിച്ച വിശുദ്ധന്മാർക്ക് പ്രതിനിധി. ശ്രദ്ധിച്ചു കേട്ടോണം, ചിലരോടുള്ള ദൂരം കൂടെയാ. മോശ മരിച്ചു, ഏലിയാവ് മരിച്ചോ? നിങ്ങളുടെ നോട്ടമൊക്കെ കാണുമ്പോൾ ഏലിയാവ് ജീവിച്ചോന്ന് പോലും എനിക്ക് തോന്നിപ്പോ. ഏലിയാവ് മരിച്ചോ? ഏലിയാവിനെ കൊല്ലുമെന്നൊക്കെ ആരാണ്ട് പറഞ്ഞു. ആരാ പറഞ്ഞേ? ഇസബേൽ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഭക്തനാകുന്ന ഏലിയാവ് കൊലവിളി കേട്ടു സാറേ, പക്ഷെ കൊല ചെയ്യപ്പെടാൻ ദൈവം അനുവദിച്ചില്ല. ഞാൻ ആ 3 കൃപ പ്രാപിച്ചവരോട് ഒരിക്കൽ കൂടെ ഉറക്കെ പറയാം, ഏലിയാവ് കൊലവിളി കേട്ടു, പക്ഷെ കൊല ചെയ്യപ്പെടാൻ ദൈവം അനുവദിച്ചില്ല. ശുശ്രൂഷയുടെ അഭിഷക്തന്മാർ ഇന്ന് രാത്രി ശ്രദ്ധിച്ചോളും. ദേശത്തിന് വേണ്ടി പോരാടുന്ന ഭക്തന്മാർ ഇന്ന് രാത്രി ശ്രദ്ധിച്ചോളും. ഏലിയാവ് കൊലവിളി കേട്ടു, പക്ഷെ കൊല ചെയ്യപ്പെടാൻ ദൈവം അനുവദിച്ചില്ല. എന്തായാലും പ്രാർത്ഥിക്കുന്ന ഭക്തരെ ശത്രുവിന്റെ യുദ്ധത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാത്തത് ദൈവം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ജീവിക്കുന്നത് പറഞ്ഞ എത്ര വലിയ മക്കൾ ഇന്ന് രാത്രി ആത്മാവിനായും. ഇന്ന് രാത്രി ഏലിയാവ് മരിച്ചില്ല. പ്രാർത്ഥിക്കുന്ന ഭക്തനെതിരെ ഇസബേൽ കൊലവിളി മുഴക്കിയേക്കാം, പടുവാർ ഉയർത്തി ഉറഞ്ഞു തുള്ളിയേക്കാം, പക്ഷെ പ്രാർത്ഥിക്കുന്ന നിന്നെ ശത്രുവിന്റെ ഇഷ്ടത്തിൽ ഏൽപ്പിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന കരമുയർത്തിയാണെ പറ. ഏലിയാവിനെ കൊല്ലുമെന്ന് പറഞ്ഞു ഇസബേലാ പറഞ്ഞത്. ഞാൻ വേഗം വരാം. എപ്പോഴാ ഏലിയാവിനെ കൊല്ലുമെന്ന് പറഞ്ഞത്? ഒരു ദ്രോഹം ചെയ്തില്ല. ഏലിയാവിനോട് ഒരു വലിയ ശുശ്രൂഷ വെളിപ്പെട്ടു. എന്താ ശുശ്രൂഷ വെളിപ്പെട്ടത്? 1, ബാലിന്റെ പ്രവാചകർ തകർന്നു. 2, പിന്നെ ദൈവമാരെന്ന് വെളിപ്പെട്ടു. ഇതുവരെ പഴയ നിയമത്തിൽ ഒറ്റ പ്രവാചകരിലും വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു വലിയ ശുശ്രൂഷ ഏലിയാവിലൂടെ വെളിപ്പെട്ടപ്പോൾ അവന് കിട്ടിയ സമ്മാനം കൊലവിളിയാ. ശുശ്രൂഷയുടെ അഭിഷക്തന്മാരെ, നമ്മളിലൂടെ ഒരു വലിയ ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ സമ്മാനദാനങ്ങൾ മാത്രമല്ല, പ്രോത്സാഹനങ്ങൾ മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, കൊലവിളി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ആമേൻ. ഞാൻ ഒറ്റ ഭാഗം പറഞ്ഞ ചിന്ത അവസാനിപ്പിക്കാം. ഏലിയാവിനെ നോക്കി ഇസബേൽ പറഞ്ഞു, എന്റെ പ്രവാചകരെ കൊന്ന ഏലിയാവെ, നാളെ ഈ നേരത്ത് എന്റെ പ്രവാചകൻ ഒരുവനെ പോലെ നിന്നെ ആക്കുന്നില്ലെങ്കിൽ എന്റെ ദേവൻ എന്നോട് ചോദിക്കട്ടെ. ദുഷ്ടശ്രീയാകുന്ന ഇസബേൽ പ്രാർത്ഥിക്കുന്ന ഭക്തനാകുന്ന ഏലിയാവിന് വെച്ച അവധി നാളെ ഈ നേരമാണ്. ഞാൻ ഇസബേലിനോടൊന്ന് ചോദിച്ചോട്ടെ, ഭക്തനെ കൊല്ലുമെന്ന് കൊലവിളി മുഴക്കിയ ഇസബേലി, നീ എവിടെ കിടക്കുന്നു? കൊലവിളി കേട്ട ഏലിയാവെ, നീ എവിടെ നിൽക്കുന്നു? കൊലവിളി നടത്തിയവൻ മാളികയുടെ മുകളിൽ
ഈ വാതിലിലൂടെ താപ്പോട്ട് നോക്കി സ്വർണ്ണ നിറമുള്ള മുടി ചീരിമരിക്കൊണ്ട് നിൽക്കുമ്പോൾ ആത്മദീപത്തോടെ മുൻപോട്ട് വന്ന ഭക്തൻ അവളെ കാലിൽ പിടിച്ച് താപ്പോട്ടിട്ടു. ഭക്തനെ കൊണ്ടുവന്ന് ഉറഞ്ഞു തുള്ളി കൊലവിളി മുഴക്കിയവൾ മേലിന്ന് തലമുത്തി താപ്പോട്ട് വന്നു. പലവിനും പിടിച്ചതെല്ലാം അടർന്നു പോയി. പൊത്തുപൊരുത്തമില്ലാതെ താപ്പോട്ട് വന്നിട്ട് ഉച്ചി കുത്തി താപ്പോട്ട് വന്നിട്ട് തല കട്ടുള്ള പടിയിലിടിച്ച് ചിതറി. അവിടെ ചോര ഇസ്രായേലിലെ നായ്ക്കുട്ടികൾ നക്കിയെടുത്തു. ഭക്തനെ കൊണ്ടുവന്ന് കൊലവിളി മുഴക്കിയ ദുഷ്ടശക്തി തലകുത്തി താപ്പോട്ട് വീണ് തകർന്നപ്പോൾ കൊലവിളി കേട്ട ഭക്ത, നീ എവിടെ? നീ താപ്പോട്ട് തകർന്നില്ല, നീ തകർച്ചയില്ലാത്ത മേപ്പോട്ട് പോയി. എത്ര ദൈവമക്കളെ മലയാളി ആഹാവിന്റെ തുരിമ്പിച്ച മരണത്തിന്റെ രുചിയറിയാതെ ഭക്തനിലേക്ക് കയറി താപ്പോട്ട് പറന്നു പോയി. എന്നെ തകർക്കുമെന്ന് വാദിക്കുന്ന അന്ധകാര ശക്തികൾ നിന്റെ കുടുംബത്തെ മുച്ചൂടും മുടിക്കുമെന്ന്, നിന്റെ ശുശ്രൂഷയെ തരിപ്പണമാക്കുമെന്ന്, നിന്റെ വാഗ്ദത്തത്തെ ഉപ്പുചിഹ്നമാക്കുമെന്ന് വാദിക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ തകർന്ന് തരിപ്പണമാകുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഏരിയാവേ ദേശത്ത് നിനക്കൊരു ഉയർച്ചയുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തിയാവേണ്ടത്. എന്തോ അതൊന്ന് പറയാൻ ദൈവം അവനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരട്ടെ, എനിക്ക് എന്റെ വിഷയം വെളിപ്പെടുത്തണം. ഈ കാഴ്ച രൂപാന്തരപ്പെട്ടു നിൽക്കുന്ന ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ ദാതാവായ മോശയും തലക്കനം വന്ന പ്രവാചകൻ ഏലിയാവും അവന്റെ അടുക്കൽ നിൽക്കുന്നു. എത്ര വിചിത്രമായ കാഴ്ച! എത്ര ചരിത്ര പ്രസിദ്ധമായ കാഴ്ച! എത്ര ഭയങ്കരമായ കാഴ്ച! ഈ കാഴ്ച ആര് കണ്ടു? ഈ 3 പേര് കണ്ടു. അവൻ ഇത് ചെറിയ കാഴ്ചയാ? പറ, ഇത് ചെറിയ കാഴ്ചയാ? കൂടെ കൊണ്ട് ഒരുത്തനും കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ ആർക്കും കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത അവിശ്വസനീയമായ ഒരു കാഴ്ചയാ. ഭാഗ്യകരമേറിയ ഒരു കാഴ്ച ഇത് കണ്ടത്. നിന്റെ പുഴ മാറുന്നു പോകുമ്പോഴും പോകി തപ്പി നോക്കുന്നവരുണ്ട്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെ. ഈ ഭയങ്കരമാകുന്ന കാഴ്ച ഈ 3 പേര് കണ്ടു. കരമുയർത്തിയ ഒരു സ്വപ്നം ചെയ്താട്ടെ. കാഴ്ചയായത്. ഈ കാഴ്ച കണ്ട ശിഷ്യന്മാരിൽ ഉള്ളതായ വികാരം ഒരുപക്ഷെ വിശദീകരണങ്ങൾക്ക് അപ്പുറമായിരിക്കാം. സർവ്വജീവി എന്നോട് കഴിഞ്ഞ ദിവസം 2 ദൈവദാസന്മാരുടെ അനുഭവം പറഞ്ഞു. അതിൽ ഒരാൾ പറഞ്ഞത്, പൊന്നു സാറേ, കോട്ടയത്ത് മഹാനായ യോഗിച്ചോ വന്നു. അന്ന് കുറച്ച് നാൾ മുമ്പ് ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടെ പോയി ആ മീറ്റിംഗിൽ സംബന്ധിക്കാൻ. നെഹ്റു സ്റ്റേഡിയം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആൾക്കൂട്ടം, ഏതാണ്ട് 1,00,000-ലധികം ആളുകൾ ഇവിടെ തടിച്ചുകൂടി. മഹാനായ യോഗിച്ചോ 1 മണിക്കൂർ പ്രസംഗിച്ച ശേഷം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആവേശത്തോടെ സൗഖ്യം പ്രാപിക്കാൻ 100 രോഗികൾ ഓടി അടുത്തേക്ക് വന്നു. അക്കൂടെ കോട്ടയം ചന്തയിൽ ചുമട്ടുകാരനായ 2 കാലും വളഞ്ഞു പോയ ഒരു അച്ചാനെ, കാൽപ്പത്തി മടിഞ്ഞു പോയ ഒരു അച്ചാനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. യോഗിച്ചോ എന്ന ദൈവമനുഷ്യൻ ആത്മനിറവിൽ അയാളുടെ തലയിലോട്ട് കൈവച്ചപ്പോൾ അപ്രസന്റ് ആ നിമിഷം വളഞ്ഞ 2 കാൽപ്പത്തി നിവർന്നു. കണ്ടോ? ആമേൻ പറഞ്ഞു. കണ്ടോ? അതാ നമ്മളത് കേട്ടപ്പോൾ നമ്മളെന്ത് ചെയ്തു? ശക്തിയോട് ആമേൻ പറഞ്ഞു. അപ്പൊ അത് കണ്ട് ഞാൻ മനുഷ്യനോട് പറഞ്ഞു, ബോസേ, ഞാൻ പച്ച കണ്ടുകൊണ്ട് നോക്കി നിൽക്കുമ്പോഴാണ്, എന്റെ സ്വന്തം കണ്ടുകൊണ്ട് നോക്കി നിൽക്കുമ്പോഴാ യോഗിച്ചോ കൈവയ്ക്കുന്നു. ആ നിമിഷം കാലിന് വീഴുന്നു. ഞാൻ പറഞ്ഞു, എന്നിട്ട് അയ്യോ ആ കാഴ്ച കണ്ട ഞാൻ 15 മിനിറ്റ് സ്തംഭിച്ചു പോയി. ഓ, വേറൊരാള് പറഞ്ഞു, ഓക്കെ, പണ്ട് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മുതുകിൽ തേങ്ങാട് വലിപ്പം മുഴയുള്ള ഒരു രോഗിയെ കൊണ്ടുവന്നു. ഓക്കെ, ആത്മനിറവിൽ കൈവച്ചപ്പോൾ മുതുകിലെ തേങ്ങാട് വലിപ്പമുള്ള മുഴ ആ നിമിഷം മാറി. ഞാൻ പറഞ്ഞു, എന്നിട്ട് അയ്യോ അത് കണ്ട ഞാൻ 1/2 മണിക്കൂർ സ്തംഭിച്ചു പോയി. കണ്ടോ? യോഗിച്ചോ കൈവയ്ക്കുന്നതിലൂടെ കാലിന് വരുന്നത് കണ്ട്, ഓക്കെ കൈവയ്ക്കുന്നതിലൂടെ മുഴ മാറുന്നത് കണ്ട് നമ്മുടെ 2 കുഞ്ഞാളുകൾ 15 മിനിറ്റും 30 മിനിറ്റും വെച്ച് സ്തംഭിച്ചു പോയെങ്കിൽ, മരവിച്ചു പോയെങ്കിൽ, മറിവമലയിൽ 4 രൂപാന്തരപ്പെട്ടു നിൽക്കുന്ന ആ ദിവ്യമാകുന്ന കാഴ്ച കണ്ട ഈ ശിഷ്യന്മാർ അവര് സ്തംഭിച്ചോ, അവര് മരവിച്ചോ, എന്താണെന്നും പറയാൻ പറ്റത്തില്ല. അവർ അതാ ഞാൻ പറഞ്ഞ, അപ്പോഴവരിലുണ്ടായ വികാരം നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഒരു ചിന്തകൻ പറഞ്ഞത് സ്തബ്ധരായി എന്ന് പറഞ്ഞാൽ പ്രജ്ഞയറ്റവരെ പോലെ, ഒന്നുകൂടെ പറഞ്ഞാൽ
മരിച്ചവരെ പോലെയായി. ഇത് കണ്ടിട്ട് ഇവർക്ക് മിണ്ടാൻ പറ്റുന്നോ? വാ തുറക്കാൻ പറ്റുന്നില്ല, കാലിളക്കി ചവിട്ടാൻ പറ്റുന്നില്ല. ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച. ഇതുവരെ പച്ചയായി യേശുവിനെയാണ് കണ്ടത്, മനുഷ്യനായി വന്ന ക്രിസ്തുവിനെയാണ് കണ്ടത്, അനേകർ തൊട്ടവനെയാണ് കണ്ടത്. ഇപ്പൊ തന്റെ തേജസ് വാരി കൊടുത്ത് മുഖം സൂര്യനെ പോലെ ശോഭിച്ചവർ നിൽക്കുന്നു. ഏലിയാവ് മോശം രൂപാന്തരപ്പെട്ടവനെ അഴിച്ചു നിൽക്കുന്നു. അയ്യോ, ഇതെത്ര ഭയങ്കരമായ കാഴ്ച! ഈ കാഴ്ച കണ്ടിട്ട് ഞാൻ വേഗം മുമ്പോട്ട് പോയി അവസാനിപ്പിക്കാം. ഈ കാഴ്ച കണ്ടിട്ട് നമ്മുടെ മെസ്സേജിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ തിരിയുക. ആ തിരിയുന്ന കൂട്ടത്തിൽ എന്റെ കൂടെ തിരിഞ്ഞോണം. ഈ ഭയങ്കരമാകുന്ന കാഴ്ച കണ്ടിട്ട് യാക്കോബും യോഹന്നാനും നിങ്ങളെ പോലെ മിണ്ടുന്നില്ല. കണ്ടോ യാക്കോബും യോഹന്നാനും ഇരിക്കുന്നത്? വാക്കില്ല, ഭാഷണമില്ല, ശബ്ദം നിശബ്ദമാണ് അവർക്ക്. കാര്യം അവർക്കും മിണ്ടാൻ പറ്റുന്നില്ല. പക്ഷെ പത്രോസ് കുറെ നേരമൊക്കെ മിണ്ടാതെ നിന്നിട്ട് ഈ കാഴ്ച കണ്ട പത്രോസ് ഒറ്റ മരമാകുമ്പോണ്ട്. കാരണം എന്തും എടുത്തു ചാടുന്നൊരു പ്രകൃതക്കാരനാണല്ലോ ആര്. ഇവിടെ കണ്ടേക്കാം, ഒരു പത്രോസ് അല്ല 9 പത്രോസ് ഉണ്ടായി. എന്റെ വേദപുസ്തക ധ്യാനത്തിൽ മഹാനാണ്, ഞാൻ അദ്ദേഹത്തെ ചെറുതാക്കല്ല, ഉന്നതനാണ്, എത്ര അതുല്യനാണ്, എത്ര ശക്തനാണ് അദ്ദേഹം. പക്ഷെ എന്റെ ബൈബിൾ ധ്യാനത്തിൽ എന്നെ ഏറ്റവും അധികം നർമ്മത്തിലാക്കിയ, ചിന്തിപ്പിച്ച് ചിരിപ്പിച്ച ഒരു കഥാപാത്രമാണ് പത്രോസ്. വീണ്ടും വിചാരമില്ലാതെ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു ആര്. പുള്ളിയുടെ രീതിയ വന്ന പശ്ചാത്തലമായിരിക്കാം. അതിന്റെ തെളിവാണ് ഒരിക്കലേ പത്രോസും സഹശിഷ്യന്മാരെ കടലിലൂടെ പോകുമ്പോൾ ഒടേ തമ്പുരാൻ കടലിന്റെ പുറത്തൂടെ നടന്നു വരിക. അപ്പൊ പത്രോസിന് തോന്നി, ആ വരുന്നത് ആരാ? തോന്നിയത് മനസ്സിലാൻ വെച്ചാൽ പോലെ ഈ ഭക്തൻ ഉറക്കം വിളിച്ചു പറഞ്ഞു, ദോ വരുന്നു. അങ്ങനെ ഒത്തിരി തോന്നലെല്ലാം വിളിച്ചു പറഞ്ഞ ഒത്തിരി പത്രോസ്മാരുണ്ട് നമ്മുടെ ഇടയിൽ. തോന്നിയതെല്ലാം പറയും. അതിന് മറ്റൊരു തെളിവ്, വീണ്ടും വിചാരമില്ലാതെ കാര്യങ്ങൾ ചെയ്തതിന് മറ്റൊരു തെളിവ്, ഗദസ്സമനയിൽ വെച്ച് യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ പടയാളി മുന്നോട്ട് വന്നപ്പോൾ ഉറയിൽ നിന്നും വാള് വടിച്ചൂരി ഒറ്റ വീശ. കഴുത്ത് നോക്കി വീശില്ല, പക്ഷേ തലനാരിലേക്ക് വെട്ടുമാറി കാതിലൂടെ വാള് കയറി കാത് തെറിച്ചു നിലത്ത് കിടന്ന് പിടയുന്ന കാതെടുത്ത് മുറിഞ്ഞു ഭാഗത്തേക്ക് വെച്ചിട്ട് നസ്രായൻ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ വാൾ ഉറങ്ങിയിട്. അടുത്ത വാക്ക് വാളെടുക്കുന്നവർ. ഇത് പുള്ളി മറന്നുപോയി. ഏത്? ഇത് പുള്ളി ചിന്തിച്ചില്ല. വാളെടുക്കുന്നവൻ ഇത് ചിന്തിക്കാതെ വെട്ടിയെ. ഞാൻ പറഞ്ഞത് ഇതുപോലെ കാര്യങ്ങൾ വീണ്ടും വിചാരമില്ലാതെ ചെയ്യുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു പത്രോസ്. ഈ വിചിത്രമായ കാഴ്ച പത്രോസ് കണ്ടപ്പോൾ ദുർബലനായ മനുഷ്യൻ, തികഞ്ഞ ദൈവസ്നേഹിയായ മനുഷ്യൻ മുൻപോട്ട് ഓടി വന്നിട്ട് കർത്താവിനെ നോക്കി 2 ഡയലോഗ്. ഒരു, നാം ഇവിടെ ഇരിക്കുന്നത്, നമ്മൾ തിരിയാൻ പോകാം കേട്ടോ, നല്ല കണ്ണിരിയാ പറഞ്ഞാട്ടെ, നാം ഇവിടെ ഇരിക്കുന്നത് നമ്മൾ. അടുത്ത വാക്ക്, നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടില്. എനിക്ക് ശകലം ബഹുമാനം അദ്ദേഹത്തോട് തോന്നുന്നു. കാരണം ന്യായമായിട്ട് പുള്ളി ഒരു വാക്ക് ചോദിച്ചു, നിനക്ക്. ഈ മഹാന്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കാഴ്ച കണ്ട പത്രോസ്, നമ്മുടെ ഭാഷ പറയുകയാണെങ്കിൽ, ഓടിപ്പോയി ഓലം കെട്ടി മടഞ്ഞ് ഈറയും മുളയും കൊണ്ടുവന്ന് പുല്ല് കെട്ടി ആ കുടലിനകത്തേക്ക് യേശുവിനെയും മോശ ഏലിയാവിനെയും വലിച്ചു കെട്ടി വാതിലടക്കേണ്ടതാ പത്രോസിന്റെ രീതിക്ക്. പക്ഷെ പുള്ളി ഇത് ചെയ്തില്ല. ഈ കാഴ്ച കണ്ട പത്രോസ് ന്യായമായ ഒരു ചോദ്യം ചോദിച്ചു, നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിലുണ്ടാക്കാം. 1 നിനക്ക്, 1 മോശയ്ക്ക്, 1 ഏലിയാവിന്. ഇത് പറയുമ്പോൾ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേലിട്ടു. കരമുയർത്തൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ വാക്യം ഒന്ന് വായിക്കണേ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത്ര വിശ്വാസം വരുന്നില്ല. അവൻ പറയുമ്പോൾ തന്നെ ചേർന്ന് വായിച്ചു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിലുണ്ടാക്കാം. 1 നിനക്കും, 1 മോശയ്ക്കും, 1 ഏലിയാവിനും പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. ഇനി അടുത്ത വായിക്കണം. ഞാൻ പറയുമ്പോൾ, അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള മേഘം ഇറങ്ങി. എപ്പോഴാ മേഘം ഇറങ്ങിയത്? ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും സംഭവിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല.
ദൈവത്തിന് ഹിതമല്ലാത്തതൊന്നും ആരും പറയാൻ ദൈവം അനുവദിക്കുന്നില്ല. വിശ്വസിക്കുന്നവർ ഞാൻ പറഞ്ഞത് അതിനെ തെളിവാ മേഘം ഇറങ്ങിയത്. എപ്പോഴാ മേഘം ഇറങ്ങിയത്? അവൻ മറിയോമറിയിൽ കാലുകുത്തിയപ്പോൾ മാത്രമല്ല, കേട്ടോ, എപ്പോഴാ മേഘം ഇറങ്ങിയത്? അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചപ്പോഴല്ല. എപ്പോഴാ മേഘം ഇറങ്ങിയത്? അവന്റെ വസ്ത്രം വെളിച്ച പോലെ വെണ്മയായപ്പോഴല്ല. എപ്പോഴാ മേഘം ഇറങ്ങിയത്? മോശെ അവനോട് സംഭാഷിച്ചപ്പോഴല്ല. പിന്നെ എപ്പോഴാ മേഘം ഇറങ്ങിയത്? 3 കുടിലുണ്ടാക്കാം എന്ന വാക്ക് എപ്പോ പത്രോസിന്റെ വായിൽ നിന്ന് മറന്നു വീണോ ആ നിമിഷം മേഘം ഇറങ്ങി. 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന് എന്ന് പത്രോസ് പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒരു നിമിഷത്തേക്ക് എന്റെ മനസ്സിൽ വന്ന ചിന്ത, ഞാൻ ഉപയോഗിക്കുന്ന ബൈബിളിനകത്ത് എഴുതി വെച്ചേക്കുന്നത് ഒരു വലിയ മർമ്മമാണ്, കേട്ടോ. 3 കുടിലൂടെ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന് എന്ന് പത്രോസ് പറഞ്ഞതിന്റെ അർത്ഥം. കാരണം ഈ മറിയോമലയിൽ കർത്താവും മോശയും ഏലിയാവും രൂപാന്തരപ്പെട്ട് നിൽക്കുമ്പോൾ ഈ രൂപാന്തര ശരീരങ്ങൾ എങ്ങനെ ഒരുപോലാണോ? നിങ്ങൾക്ക് അത്ര ഉറപ്പില്ലെന്ന് തോന്നുന്നു. രൂപാന്തരപ്പെടുവെന്ന് ഉറപ്പില്ലല്ലേ? എന്റെ ധ്യാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് രൂപാന്തര ശരീരങ്ങൾ ഒരുപോലെ. വിശ്വസിക്കുന്നവർ രാമൻ പറഞ്ഞു ഒരുപോലല്ലേ? അതുകൊണ്ടാ മരണ വീട്ടിലൊക്കെ നമ്മൾ പാടുന്നത് ദൂത തുല്യം ശുദ്ധരങ്ങ്. ഞാൻ പാടുന്നില്ല, ഒന്നാമത് സ്വതന്ത്രം പോയി. ഇപ്പൊ പാടിയാൽ നിങ്ങൾ പേടിച്ചെഴുന്നേറ്റ് പോകും. ഈ രൂപാന്തര ശരീരങ്ങളെല്ലാം ഒരുപോലെ. ഇപ്പൊ ഇവിടെ കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, മുടി നരച്ചവരുണ്ട്, മുടി നരയ്ക്കാത്തവരുണ്ട്, പല്ല് പോയവരുണ്ട്, പല്ല് പോകാത്തവരുണ്ട്, പ്രായം കൂടിയവരുണ്ട്, കുറഞ്ഞവരുണ്ട്, ആണുണ്ട്, പെണ്ണുണ്ട്, ബലഹീനരുണ്ട്, ബലവാന്മാരുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ രൂപാന്തരപ്പെടുമ്പോൾ നല്ല വ്യത്യാസമുണ്ടോ? രൂപാന്തര ശരീരങ്ങളെല്ലാം ഒരുപോലെ. ഒരാമൻ പറഞ്ഞാട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. അപ്പോൾ മറിയോമലയിൽ ക്രിസ്തു രൂപാന്തരപ്പെട്ട് നിൽക്കുന്നു, മോശെ ഏലിയാവ് രൂപാന്തരപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ അവനേതാ ഇവനേതാ ഇവനേതാ അറിയാത്ത വിധത്തിൽ 3 പേരും ഒരുപോലെ നിൽക്കുക. ഈ കാഴ്ച കണ്ട പത്രോസിന്റെ അകത്തൊരു ചിന്ത വന്നു. ആ ചിന്തയാണ് താൻ പറഞ്ഞത് 3 കുടില് ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്. ആമേൻ. അത് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ? ഒരു നിമിഷത്തേക്ക്, എന്നേക്കുമല്ല, ഒരു നിമിഷത്തേക്ക് പത്രോസ് യേശുവിനെ മറ്റ് 2 പ്രവാചകന്മാരോട് സമനാക്കി. കാരണം ഈ ചില കാഴ്ചയൊക്കെ പത്രോസ് കാണുമ്പോൾ അദ്ദേഹത്തിന് ചില തോന്നൽ വരും. അതിന്റെ തെളിവാണ് കടലിലൂടെ കർത്താവ് നടന്നു വരുന്നത് കണ്ടപ്പോ പുള്ളിക്ക് തോന്നി ആ വരുന്നത് ആരാ? ഭൂതവ. അപ്പൊ ചാടി കയറി വിളിച്ചു, ഭൂതം വരുന്നു. 3 പേരും ഒരുപോലെ നിൽക്കുന്നത് പത്രോസിന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ അകത്തുണ്ടായ ചിന്ത അതാണ് പറയുന്നത്. പിന്നെ ഈ 3 കുടിലുണ്ടാക്കാമെന്ന് പത്രോസ് പറഞ്ഞതിന്റെ ആശ ഇത്രയേ ഉള്ളൂ: ഒരു നിമിഷത്തേക്ക്, എന്നേക്കുമല്ല, ആ ഒരു പ്രത്യേക നിമിഷത്തേക്ക് ഈ പത്രോസ് യേശുവിനെ മറ്റ് 2 പ്രവാചകന്മാരോട് സമനാക്കി. Praise the Lord. പത്രോസേ, നീ മോശയ്ക്ക് കുടില് കെട്ടിക്കോ, നീ ഏലിയാവിന് കുടില് കെട്ടിക്കോ, പക്ഷേ യേശുവിനെ അവർക്കൊപ്പം കുടില് കെട്ടി അവർക്ക് തുല്യനാക്കേണ്ട യേശുവിനെ. അവൻ മോശയേക്കാൾ വലിയവനാണ്, അവൻ ഏലിയാവിനേക്കാൾ വലിയവനാണ്, അവൻ ആദ്യ പിതാമഹനായ അബ്രഹാമിനേക്കാൾ മുൻപുണ്ടായവനാണ്, അവൻ ശലോമോനേക്കാൾ ശ്രേഷ്ഠനാണ്, അവൻ യോനയേക്കാൾ വലിയവനാണ്, അവൻ ആലയത്തേക്കാൾ വലിയവനാണ്, അവൻ യാഗത്തേക്കാൾ വലിയവനാണ്, അവൻ ശബത്തിലും കർത്താവാണ്. അവനെ പോലെ ആരാധ്യൻ ആരുമില്ല, അവനെ പോലെ പറയാൻ ആരുമില്ല, അവനെ പോലെ ഉന്നതൻ ആരുമില്ല. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രിയുടെ ഉണ്ട്. അഭിമാനം കൊണ്ട് ഇന്ന് രാത്രി എന്റെ ചോര തിളച്ചു പറയുകയാ. ചങ്കിലെ ചോരയ്ക്ക് തിളപ്പുള്ള പ്രായത്തിൽ, ചങ്കിലെ ചോരയ്ക്ക് ചൂടുള്ള പ്രായത്തിൽ, ഇവിടുത്തെ ഇടവഴികളിലും പെരുവഴികളിലും ഞാൻ പ്രസംഗിക്കാൻ തിരഞ്ഞെടുത്ത എന്റെ പ്രസംഗ വിഷയമാണെന്ന് ക്രിസ്തു ആരും വലിയവനാ. അവൻ മോശയെ പോലെയല്ല, മോശയേക്കാൾ വലിയവനാ. അവൻ ഏലിയാവിനെ പോലെയല്ല, ഏലിയാവിനേക്കാൾ വലിയവനാ. അവൻ ശലോമോനെ പോലെയല്ല, ശലോമോനേക്കാൾ വലിയവനാണ്. അവൻ യോനയെ പോലെയല്ല, യോനയേക്കാൾ വലിയവനാണ്. ദൈവമക്കളെ വിശ്വസിക്കുന്നു. അവൻ ദേവാലയങ്ങളേക്കാൾ വലിയവനാണ്, അവൻ യാഗങ്ങളേക്കാൾ വലിയവനാണ്, അവൻ കർമ്മകാണ്ഡങ്ങളേക്കാൾ വലിയവനാണ്, അവൻ ആചാരാനുഷ്ഠാനങ്ങളേക്കാൾ വലിയവനാണ്, അവൻ ശബത്തിലും കർത്താവാണ്. അവനെ പോലെ വലിയവൻ ആരുമില്ല. ആ ദിവ്യമാകുന്ന കാഴ്ച കണ്ട പത്രോസ് ഒരു നിമിഷത്തേക്ക് രക്ഷകനാകുന്ന ക്രിസ്തുവിനെ
മറ്റു 2 പ്രവാചകന്മാരോട് തുല്യനാക്കാൻ ശ്രമിച്ചതുപോലെ അതുപോലെ ഇന്നത്തെ മതങ്ങളും മത നേതാക്കന്മാരും ഇന്നത്തെ സാംസ്കാരിക നേതാക്കന്മാരും രാഷ്ട്രീയ പ്രമുഖരുമൊക്കെ ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? യേശുവിനെ പലരോടും തുല്യനാക്കുകയാണ്. ഇവിടുത്തെ ഒരുപിടി സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖർ മതപണ്ഡിതന്മാര് ലോകരക്ഷിതാവാകുന്ന ക്രിസ്തുവിനെ പലരോടും സാമ്യപ്പെടുത്തുമ്പോൾ കേരളം അറിയുന്ന, ഭാരതം അറിയുന്ന, ലോകം അറിയുന്ന കുറെ മഹാന്മാരോടും മഹാഗുരുക്കന്മാരോടും മഹാരഥന്മാരോടും മഹാരാജാക്കന്മാരോടും ഇവിടുത്തെ ഒരുപിടി ആളുകൾ ക്രിസ്തുവിനെ തുല്യനാക്കുമ്പോൾ, ക്രിസ്തുവിനെ സമനാക്കുമ്പോൾ കഴുത്ത് കണ്ടിച്ചു മാറ്റിവെച്ചാലും ചോര ഒഴിക്കേണ്ടി വന്നാലും തെരുവിൽ ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയും, ആർക്കും തുല്യം ചൊല്ലാൻ പറ്റാത്ത, ലോകത്തിൽ ആർക്കും തുല്യം ചൊല്ലാൻ പറ്റാത്ത അതുല്യനായ ഒരു വ്യക്തിപ്രഭാവം ഇവിടെ അവതരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു മാത്രമാണ്. അവൻ ഗാന്ധിജിക്ക് തുല്യനല്ല, ഗാന്ധിജിയേക്കാൾ വലിയവനാണ്. ഗാന്ധിജിയേക്കാൾ എങ്ങനെയാ വലിയവനായത്? അദ്ദേഹം മരണം കൊണ്ട് അസ്തമിച്ചു. മരണം കൊണ്ട് ഗാന്ധിജിയുടെ കല്ലറ അടഞ്ഞപ്പോ മരണം കൊണ്ട് അസ്തമിക്കാത്ത ഒരുവൻ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി നാം ഉയർത്തുന്ന ക്രിസ്തു മാത്രമാണ്. അവനെ പോലെ വലിയവൻ ആരുണ്ട്? അവനെ പോലെ അത്യുന്നതൻ ആരുണ്ട്? അവന് തുല്യം ചൊല്ലാനുള്ള വേറെ ആരുണ്ട്? പറഞ്ഞ പോലെ ധരിച്ചവൻ, പറഞ്ഞ പോലെ ജീവിച്ചവൻ, പറഞ്ഞ പോലെ പ്രവർത്തിച്ചവൻ, പറഞ്ഞ പോലെ മരിച്ചവൻ, പറഞ്ഞ പോലെ അടക്കം ചെയ്തവൻ, പറഞ്ഞ പോലെ ഉയർത്തെഴുന്നേറ്റവൻ, പറഞ്ഞ പോലെ സ്വയാരോപണം ചെയ്തവൻ, പറഞ്ഞ പോലെ ഇന്നും ജീവിക്കുന്നവൻ യേശു മാത്രം. ആമേൻ. എനിക്ക് അത് വിവരിക്കാൻ പറ്റിയില്ല, കാരണം സമയം തീരില്ല. എനിക്ക് ആ വാക്യം വായിച്ചു നിർത്തണം. അപ്പൊ ഈ വിചിത്രമാകുന്ന കാഴ്ച കണ്ട പത്രോസ് ഓടി വന്ന് മുമ്പോട്ട് വന്നിട്ട് 2 വാക്ക് 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്. ഇത് പറയുമ്പോൾ തന്നെ വായിച്ചു, പ്രയാസമുള്ള മേഘം അവരുടെ മേൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഷേധം പോലെയാ എന്നാ എന്റെ ചിന്ത. പത്രോസിന്റെ ഉള്ളിൽ ഉരുത്തിരുന്ന ഈ ആശയത്തെ ചുരുട്ടി ചവിട്ടുപട്ടിയിലേക്ക് കളയുമാറ് പത്രോസിന്റെ ഉള്ളിൽ ഉരുത്തിരുന്ന ഈ ആശയത്തെ പേപ്പർ പോലെ കീറത്തക്കതായി മേഘം തട്ടിറങ്ങി. എന്നിട്ട് ആ മേഘത്തിൽ നിന്നും 3 വാക്ക് 3 ദിവസം പ്രസംഗിക്കാൻ തീരൂല. ആകാശത്തിന്റെ മണ്ഡലങ്ങൾ ഇളകുന്ന, നക്ഷത്ര മണ്ഡലങ്ങൾ വിറയ്ക്കുന്ന, ഭൂമിയുടെ അടിത്തറ ഇളകുന്ന 3 വാക്ക്. എന്താ സന്തോഷമില്ലേ? ആ വാക്കൊന്ന് വായിച്ചേ. ഇവൻ എന്റെ പ്രിയപുത്രൻ. അവിടെ 3 പേരാ, യേശുവും മോശയും എലിയാവും. പക്ഷെ മഹാദൈവം ആ മേഘത്തിന്റെ മറവിൽ നിന്നും പറഞ്ഞ വാക്ക് അവിടെ ബഹുവചനമല്ല ഉപയോഗിച്ചത്, ഏകവചനമാണ്. ഇവർ എന്റെ പ്രിയപുത്രൻ എന്നല്ല, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഇവരിൽ ഞാൻ പ്രസാദിച്ചെന്നല്ല, ഇവർക്ക് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവർക്ക് ചെവി കൊടുപ്പീനെന്നല്ല, ഇവന് ചെവി കൊടുപ്പീ. ഇത്രയും കാര്യം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ 3 പേര് എന്ത് വായിച്ച് ശിഷ്യന്മാർ അത് കേട്ടിട്ട്, ഈ ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. കാരണം ആരും തലേ കവിച്ച് ടച്ച് എന്ന് പറഞ്ഞില്ല. പറഞ്ഞോ? തുവാല ഉരുട്ടി എറിഞ്ഞോ? ഇല്ല, ഒന്നും ചെയ്തില്ല, ഒരു ടെക്നിക്കും നടത്തിയില്ല. ഈ ഭയങ്കരമായ കാഴ്ച കണ്ട ഈ 3 ശിഷ്യന്മാർ അത് കേട്ടപ്പോൾ, അത് കണ്ടപ്പോൾ ഏറ്റവും ഭയപ്പെട്ട് കവല വീണു. അവർ കവല വീണ് ഭയപ്പെട്ട് കിടക്കുമ്പോൾ ക്രിസ്തു അടുത്ത് എന്നിട്ട് അവരെ തൊട്ടു. എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു. അവർ തലപൊക്കിയാറെ ഈ വീട് കിടക്കുന്ന, കവല വീട് കിടക്കുന്ന 3 പേര് തലപൊക്കിയപ്പോൾ യേശുവിനെ മാത്രമല്ല ആരെയും കണ്ടില്ല. യേശുവിനെ മാത്രമല്ലാതെ അവരെ ആരെയും കണ്ടില്ല. കരമുയർത്തിന് നല്ല ഹല്ലേലൂയ പറ, നല്ല ഹല്ലേലൂയ പറ. അതോട് പ്രസംഗിച്ച് പൊലിപ്പിപ്പാൻ എന്റെ നാക്കിന് നീളം പോരാ, എന്റെ ബുദ്ധിക്ക് വികാസം പോരാ. അതുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞത് വിടാം. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ഭയപ്പെട്ട് കവലകളൊക്കെ തലപൊക്കി നോക്കിയപ്പോൾ യേശുവല്ലാതെ വേറെ ആരും അവിടെ ഇല്ല. ഇറങ്ങിയ മേഘത്തിന്റെ മുമ്പിൽ
ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവർക്ക് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവരെ ചെവി കൊടുപ്പി എന്ന വാക്കിന്റെ മുമ്പിൽ ന്യായപ്രമാണത്തിന്റെ രാജാവായ മോശയും പ്രവാചകനിൽ പ്രധാനിയായ ഏലിയാവും ആ വാക്കിന്റെ മുമ്പിൽ അപ്രത്യക്ഷരായി. എന്താണ് ആമേൻ പറയാത്തത്? ഇനിയും ജനം ചെവി കൊടുക്കേണ്ടത് ഇവനാണ്. ന്യായപ്രമാണത്തെ നിവർത്തിയാക്കാനാണ് ഇവൻ വന്നത്. പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനത്തെ നിവർത്തിയാക്കാനാണ് ഇവൻ വന്നത്. മറ്റൊരിക്കലും രക്ഷയില്ല, മറ്റൊരിക്കലും മുക്തിയില്ല, മറ്റൊരിക്കലും പാപമോചനമില്ല. മുക്തിക്കായി, രക്ഷയ്ക്കായി, പാപമോചനത്തിന് ഒരേ ഒരു വഴി, അത് യേശു മാത്രമാണ്. ജന്മന കർമ്മന വാഗ്മന ദായങ്ങളാൽ പാപങ്ങളിൽ അകപ്പെട്ടു പോയ മനുഷ്യന്റെ പഞ്ചപാപത്തിന്റെ മുമ്പിൽ യാഗങ്ങളും തവങ്ങളും ജപങ്ങളും പഴയ നിയമത്തിന്റെ സകല കർമ്മകാണ്ഡ പദ്ധതികളും ആചാരങ്ങളും പരാജയപ്പെട്ടപ്പോൾ പാപത്തിൽ ആണ്ടുപോയ മനുഷ്യന് രക്ഷയ്ക്കൊരേ ഒരു വഴി, അത് യേശു മാത്രമാണ്. പാപത്തിന്റെ വിഴുപ്പുപാഠം ചുമന്ന് പാപം വിതച്ച ദുരന്തത്തിൽ പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ശബ്ദവാഹിനിയുടെ ശ്രവണവേദിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ? മനസ്സുഹൃത്തേ, നീ പാപിയ ജന്മന കർമ്മന വാഗ്മന കാര്യങ്ങളാലുള്ള നിന്റെ പാപത്തിന്റെ മുക്തിക്ക് വേണ്ടി നീ അനേക ഇടങ്ങൾ ഓടി തേടി അലഞ്ഞ് നടന്നു മടുത്ത വ്യക്തിയാണോ? നീ സേവിച്ചതും ഭരിച്ചതും പിന്തുടർന്നതുമായ സകല ശക്തികളും നിന്റെ പാപത്തിന് മുമ്പിൽ പരാജയപ്പെട്ടോ? നിനക്ക് പരിഹാരം കരുത്തുള്ള രക്ഷിതാവിനെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നു. യേശു മാത്രമേ. അവന് ചെവി കൊടുപ്പി.